അമിതവണ്ണം എന്ന് പറയുന്നത് സ്ത്രീകളിൽ പൊതുവെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബോഡി ഷേമിംഗ് ഒക്കെ ഓർത്തിട്ടാണ് കൂടുതൽ ആൾക്കാർക്ക് ടെൻഷൻ. ഇതിലും ഉപരിയായിട്ട് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ഇത് ഉണ്ടാവാനുള്ള കാരണങ്ങൾ, പൊതുവെ സ്ത്രീകളിൽ എന്തുകൊണ്ട് അമിതവണ്ണം ഉണ്ടാകുന്നു എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. അമിതവണ്ണം ഇന്ന് കുട്ടികളിലും സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ കാണുന്നുണ്ടെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന അമിതവണ്ണത്തെ പറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ഒരുപാട് പേരിലും കാണുന്ന ഒരു കണ്ടീഷനായിട്ട് ഇന്ന് മാറുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളിൽ പൊതുവെ അമിതവണ്ണം ഉണ്ടാകുന്ന സമയത്ത് പൊതുവേ സ്ത്രീകൾ പറയാറുള്ളത്, ഏറ്റവും ആദ്യം പറയാറുള്ളത് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബോഡി ഷേമിങ്, സൊസൈറ്റീനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് കൂടുതൽ ആൾക്കാരും ഡിസ്കസ് ചെയ്യാറ്. ഇതിൽ ഉപരിയായിട്ട് എന്തൊക്കെയാണ് എനിക്ക് നാളെ വരാൻ പോകുന്ന രോഗങ്ങളെന്നോ അല്ലെങ്കിൽ കൂടുതലായിട്ടും അതിനെപ്പറ്റി നമ്മൾ ആരും തന്നെ ചിന്തിക്കാറില്ല. അപ്പോൾ ഈ അമിതവണ്ണം സ്ത്രീകളിൽ കൂടുതലായിട്ട് ഉണ്ടാവാൻ ആയിട്ടുള്ള കാരണങ്ങൾ നമ്മൾ ആദ്യം നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഭക്ഷണ രീതിയാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന തെറ്റുകൾ. ലൈഫ് സ്റ്റൈൽ ഡിസീസിലോട് വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മളൊരു ഭക്ഷണ രീതി നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇപ്പം നമ്മുടെ വീട്ടിൽ അമ്മമാരായിക്കോട്ടെ നമ്മളായിക്കോട്ടെ പൊതുവേ ഒരു അമ്മയാകുന്ന സമയം മുതൽ തൊട്ട് തന്നെ നമ്മൾ ഈ ഫുഡൊക്കെ ആണെങ്കിലും വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മുടെ അമ്മമാർ പൊതുവേ രാത്രിത്തെ ഭക്ഷണമൊക്കെ കളയണ്ടല്ലോ എന്ന് ഓർത്ത് ഒരുപാട് കഴിക്കുന്ന അമ്മമാർ നമ്മുടെ ചുറ്റിലും തന്നെ ഉണ്ടാവാറുണ്ട്. ഇത് കോമൺ ആയിട്ട് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിൽ കാണുന്നൊരു കാര്യമാണ്. ഫുഡ് വേസ്റ്റ് ആക്കി കളയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മളത് കൂടുതലും അങ്ങ് കഴിച്ച് തീർക്കാമെന്ന് കരുതി നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നു. രാവിലത്തെ ചിലപ്പോൾ അവർക്ക് ആ ഒരു തിരക്കിനിടയിൽ അമ്മമാർക്ക് പൊതുവേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ അല്ലെങ്കിൽ ലഞ്ചൊക്കെ അവർ ഭയങ്കര ലൈറ്റായിട്ടായിരിക്കും കഴിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരെ പ്രിപ്പയർ ചെയ്യാനോ അവരുടെ ജോലി തിരക്കുകൾ കൊണ്ടോ ഒക്കെ അവർ കഴിക്കുന്നത് ഭയങ്കര മിനിമൽ ക്വാണ്ടിറ്റി ആയിരിക്കും. അതേസമയം അവർ ഡിന്നറിലോട്ട് പോകുന്ന സമയത്ത് അന്നത്തെ ഒരു ഫുൾ ടൈം മീൽ എല്ലാം കൂടി ചേർത്ത് ഡിന്നറിനായിരിക്കും കഴിക്കുക. അങ്ങനെ അത്താഴം നല്ല ഹെവി ആയിട്ട് കഴിക്കുന്നതാണ് സ്ത്രീകളിലെ ഏറ്റവും കൂടുതൽ അമിതവണ്ണത്തിലേക്ക് പോകുന്നത്. ഇനി ഈ ഒരു ഫുഡ് കഴിക്കുന്ന കാര്യം പറയുകയാണെങ്കിലും എപ്പോഴും സ്ത്രീകളെ നോക്കുകയാണെങ്കിലും കൂടുതൽ ഇപ്പം ഒരു കാലഘട്ടത്തിൽ നമുക്ക് കുറച്ച് കുറഞ്ഞെങ്കിലും മുൻ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൂടുതലും എപ്പോഴും ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിലും എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണങ്ങൾ കൂടുതലും മക്കൾക്കായിട്ടോ ഒക്കെ മാറ്റി വെക്കാനാണ് ശ്രദ്ധിക്കാറ്. കൂടുതലും അവർ കഴിക്കുന്ന ഫുഡ് അത്ര ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതലും കാർബും ഒക്കെ ആയിരിക്കും കൂടുതൽ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കൂടുതൽ പ്രോട്ടീൻസും ബാക്കിയുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മക്കൾക്കായിട്ടായിരിക്കും മാറ്റി വെച്ചിട്ടുണ്ടാവുക. അപ്പം ഇങ്ങനെ ഒരു ഫുഡ് ഹാബിറ്റ് ആയിരിക്കും കൂടുതലും സ്ത്രീകളിൽ നമ്മൾ കാണുന്നത്. ഇത് പൊതുവേ സ്ത്രീകൾക്ക് ഒരു അമിതവണ്ണത്തിലോട്ട് പോകുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഈ ലൈഫ് സ്റ്റൈലിൽ തന്നെ വ്യായാമത്തിന് വേണ്ടി യാതൊരുവിധ സമയവും മാറ്റിവെക്കാത്തവരാണ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിൽ കൂടി എങ്കിലും ഇന്ന് നമ്മുടെ ഇടയിൽ പല അമ്മമാരെ നോക്കുകയാണെങ്കിൽ അവരുടെ ജോലി തിരക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് അതിനു വേണ്ടി സമയം മാറ്റിവെക്കാനില്ല എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അവർ രാവിലത്തെ തിരക്കുകളൊക്കെ കഴിയുമ്പോൾ തന്നെ അവർ ഭയങ്കര ബോഡി വീക്കാവുന്നതുകൊണ്ട് പിന്നീട് ഒരു വ്യായാമത്തിനായിട്ട് സമയം മാറ്റിവെക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് പേർക്ക് യാതൊരുവിധ വലിയ വ്യായാമങ്ങളില്ലാത്തത് മൂലം സെഡൻഡറി ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ മൂലവും അവർക്ക് അമിതവണ്ണം ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ പല അമ്മമാരുടെ അടുത്ത് ഇപ്പോൾ നമ്മൾ ക്ലിനിക്കിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അവരോട് പറയാറുണ്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യണം. അപ്പോൾ പല ആൾക്കാരും ഡിസ്കസ് ചെയ്യുന്നതാണ്, ഞാൻ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യുന്നുണ്ട്, പിന്നെ എനിക്ക് എന്തിനാ അതിൽ കൂടുതലായിട്ട് ഒരു വ്യായാമം എന്നുള്ളത്. നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ഓരോ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പാത്രം കഴുകുക, നമ്മൾ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് പാത്രം കഴുകുന്നവരാണെങ്കിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് അവിടെ വലിയ രീതിയിലൊന്നും കൂടില്ല. ഒരു വ്യായാമം അല്ലെങ്കിൽ നമ്മുടെ കറക്റ്റായിട്ട് ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ഹാർട്ട് റേറ്റിൽ ഒരു വേരിയേഷൻ വേണം. നമുക്ക് നോർമലി ഉള്ള ഹാർട്ട് റേറ്റിൽ ഒരു 70% നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടിയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിൽ ഒരു ഫാറ്റ് ബേണിങ് നടക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ പച്ചക്കറി അരിയുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇടയിൽ ഒരു റെസ്റ്റിംഗ് പീരീഡ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇരുന്നിട്ടാണ് നിന്നിട്ടാണ് അല്ലെങ്കിൽ ഒരു മൂവ്മെൻ്റ് ഒന്നും പ്രത്യേകിച്ച് ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഫാറ്റ് ബേണിംഗ് മെക്കാനിസം നടക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന എല്ലാ വീട്ടമ്മമാരോടും പറയാറുണ്ട്, നിങ്ങൾ എത്ര ജോലി ചെയ്യുന്നവരായിക്കോട്ടെ വ്യായാമത്തിന് വേണ്ടി ഒരു അരമണിക്കൂറെങ്കിലും ദിവസം മാറ്റി വെച്ചാൽ മാത്രമേ ഈ ശരീരഭാരം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇനി ലൈഫ് സ്റ്റൈലിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്ലീപ്പ് അല്ലെങ്കിൽ ഉറക്കക്കുറവ് പലരിലും കാണാറുണ്ട്. പൊതുവേ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിലും പൊതുവേ സ്ത്രീകൾക്ക് ഒരു കുഞ്ഞുണ്ടാവുന്ന ടൈം തൊട്ട് ഉറക്കത്തിൽ വളരെ ഡിസ്റ്റർബൻസ് കാണിക്കാറുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അവർ ഓരോരോ കാലഘട്ടങ്ങളോട് പോകുന്ന സമയത്ത് പൊതുവേ ഉറക്കം കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉറക്കക്കുറവ് ഉണ്ടാവുന്നു. ഈ ഒരു ഉറക്കക്കുറവ് തന്നെ അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ സ്ട്രെസ് കൂട്ടുന്നുണ്ട്. ഈ ഒരു സ്ട്രെസ് ഹോർമോൺസ് ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ എപ്പോഴും അവരുടെ ശരീരത്തിൽ കുറച്ച് കൂടുതലായിരിക്കും. പൊതുവേ നമ്മൾ നോക്കുമ്പോഴാണെങ്കിലും ചില കേസുകളിലൊക്കെ നമ്മൾ എക്സെപ്ഷൻസ് ഉണ്ടെങ്കിലും സ്ട്രെസ് കുറച്ചുകൂടെ കൂടുതലായിട്ട് സ്ത്രീകളിൽ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെസ് കൂടുന്ന സമയത്ത് കോർട്ടിസോൾ പ്രൊഡക്ഷൻ കൂടുകയും കോർട്ടിസോൾ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാം തന്നെ കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്യാനും പ്രത്യേകിച്ച് കുടവയറിലോട്ട് പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്ക് വയറ് ചാടുന്നു എന്നൊരു പ്രശ്നമായിട്ട് നമ്മുടെ ഇടയിൽ കാണാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ലൈഫ് സ്റ്റൈലിൽ
സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന അമിതവണ്ണത്തിലേക്ക് എത്തുന്ന കാരണങ്ങൾ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഹോർമോണൽ ചേഞ്ചസിന്റെ കാര്യത്തിൽ ആദ്യം പറയുന്നത് മെൻസ്ട്രുവേഷൻ ടൈമിലാണ് ഇത്ര ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ വേരിയേഷൻ കാണിക്കുമ്പോൾ തന്നെ അവിടെ നമ്മുടെ ശരീരത്തിൽ ഒരു വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവുകയും അത് നമുക്കൊരു ബോഡി വെയിറ്റ് സ്ലൈറ്റ് ആണെങ്കിൽ കൂടി ഒരു വേരിയേഷൻ കാണിക്കാറുണ്ട്. ഇനി രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്ത് ഒബ്വിയസ്ലി നമുക്കൊരു വെയിറ്റ് ഗെയിൻ കാണിക്കാറുണ്ട്. മിക്ക ആൾക്കാരും ഇപ്പം നമ്മുടെ അടുത്ത് വരുമ്പോൾ ഡയറ്റ് എടുക്കാൻ അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കുന്ന മിക്ക ആൾക്കാരും പറയുന്ന ഒരു പ്രശ്നമാണ്, എനിക്ക് ഡെലിവറിയോട് കൂടിയാണ് വെയിറ്റ് ഗെയിൻ ഉണ്ടായതെന്ന്. മിക്ക ആൾക്കാർക്കും ഈ ഒരു ഡെലിവറിയുടെ ടൈമിൽ നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്, നോർമലി ഒരു 10 മുതൽ 15 കിലോ വരെ നമ്മുടെ ബോഡി വെയിറ്റ് ഒരു പ്രഗ്നൻസി ടൈമിൽ കൂടാറുണ്ട്. ഒരു മിസ്കൺസെപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പലരും പറയുന്നതാണ് നമ്മൾ 2 പേർക്കുള്ള ആഹാരം കഴിക്കണം, ഒരു പ്രഗ്നൻ്റ് ആകുന്ന സമയം തൊട്ട് നമ്മൾ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി വളരെയധികം കൂട്ടണം എന്നൊരു മിസ്കൺസെപ്റ്റ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി അല്ല കൂട്ടേണ്ടത്, ക്വാളിറ്റിയാണ് കൂട്ടേണ്ടത്. നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അമിതമായിട്ട് ഭക്ഷണം കഴിക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണമാണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു കുഞ്ഞിനും കൂടി വളരാൻ അത് തന്നെ ധാരാളമാണ്. നമ്മൾ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു, ഒരു ഗ്യാപ്പ് എടുക്കാതെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കുക, കുഞ്ഞിന് നല്ല വെയിറ്റ് കിട്ടാൻ വേണ്ടി, കുഞ്ഞിന് ബുദ്ധി വളരാൻ വേണ്ടി, കുഞ്ഞിന് സൗന്ദര്യത്തിന് വേണ്ടിയിട്ടൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒബ്വിയസ്ലി നമ്മുടെ ബോഡി വെയിറ്റും അവിടെ കൂടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോഡി വെയിറ്റ് കൂടിയത് നമുക്ക് പിന്നെ കുറച്ചുകൊണ്ട് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മിക്ക ആൾക്കാരും ഈ പ്രഗ്നൻസിയിൽ ഒരു ഓവർ വെയിറ്റിലോട്ട് പോകുന്നത്. ഒരു 10 മുതൽ 15 കിലോ മാത്രമാണ് നിങ്ങളുടെ ബോഡി വെയിറ്റ് ആ ഒരു ടൈമിൽ കൂടുന്നതെങ്കിൽ ആഫ്റ്റർ ഡെലിവറി നോർമലി അത് തിരിച്ച് പഴയ പോലെയായി തന്നെ വരും. അപ്പോൾ സ്ത്രീകളിലേക്ക് ഉണ്ടാകുന്ന അമിതവണ്ണത്തിന് മറ്റൊരു കാരണം ഈ ഒരു പ്രഗ്നൻസിയാണ്. ഇനി മൂന്നാമതൊരു ഹോർമോണൽ ഡിസ്റ്റർബൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആർത്തവ വിരാമം നമുക്കൊരു കാരണമായിട്ട് പറയാൻ പറ്റും. ആർത്തവ വിരാമത്തോടുകൂടി സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഡിസപ്പിയർ ചെയ്യുകയും, അതായത് പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും അതിന്റെ ഭാഗമായിട്ട് ശരീരത്തിൽ പിന്നീട് ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് വരികയും കൊഴുപ്പടിയാൻ തുടങ്ങും. പ്രധാനമായിട്ടും ഇവിടെയും വയറ് ചാടുന്നതായിട്ടാണ് പ്രസന്റ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വെയിറ്റ് ഗെയിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും അതോടൊപ്പം ഉണ്ടാകുന്ന മെന്റൽ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കൂടുന്നതായിട്ട് കാണും. ഇനി മൂന്നാമതായിട്ട് കാണുകയാണെങ്കിൽ ചില മെഡിക്കൽ കണ്ടീഷൻസും സ്ത്രീകളിൽ അമിതവണ്ണത്തിലോട്ട് പോകാറുണ്ട്. PCOD പോലെയുള്ള കണ്ടീഷൻസ്, അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, പീരീഡ്സ് ഇറഗുലർ ആവുകയും അതോടൊപ്പം തന്നെ വയറ് ചാടുകയും രോമ വളർച്ച കൂടുതലായിട്ട് കാണിക്കുകയും മുടി കൊഴിച്ചിലായിട്ട് പ്രസന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് PCOD പോലെയുള്ള കണ്ടീഷൻസ് ആവാം. ഇനി PCODക്ക് ഒപ്പം തന്നെ ഹൈപ്പോതൈറോയിഡിസം തൈറോയ്ഡ് ഗ്രന്ഥി ഫംഗ്ഷനിങ് കുറച്ച് കുറയുന്ന കണ്ടീഷനാണ്. ഈ ഒരു കണ്ടീഷനിലും മെറ്റബോളിസം കുറച്ചുകൂടെ കുറയുകയും ഇത് അമിതവണ്ണത്തിലോട്ട് പോകാറുണ്ട്. കുഷ്യൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അതായത് കോർട്ടിസോൾ ഹോർമോൺ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന അമിതവണ്ണം, ഇങ്ങനെയുള്ള ചില മെഡിക്കൽ കണ്ടീഷനും. നാലാമതായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം പാരമ്പര്യം ഒരു ഘടകമാണ്. നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ഓവർ വെയിറ്റ് ആണ്, അവർ മെറ്റബോളിക് റേറ്റ് വളരെ വീക്കായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, കുറവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു പാരമ്പര്യം നമുക്ക് വരാനും നമുക്കൊരു ബോഡി വെയിറ്റ് കൂടാനും ചാൻസ് ഉണ്ട്. ഇതോടൊപ്പം തന്നെ ചില മരുന്നുകൾ, സ്റ്റിറോയിഡ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളവരാണെങ്കിൽ അതും അമിതവണ്ണത്തിലേക്ക് പോകാറുണ്ട്. ഈ പറഞ്ഞ കാരണങ്ങളാണ് പ്രധാനമായിട്ടും സ്ത്രീകളിൽ അമിതവണ്ണം ഉണ്ടാവുന്നത്. അപ്പോൾ സ്ത്രീകളിൽ നമ്മൾ അമിതവണ്ണം ഉണ്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾക്ക് എത്രയാണോ ഉയരം, നിങ്ങളുടെ ഉയരം എത്രയാണ്, ഇപ്പോൾ ഒരു 163 സെൻറ്റിമീറ്റർ ആണ് നിങ്ങളുടെ പൊക്കമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 62-63 കിലോയാണ്. അതായത് പൊക്കത്തിൽ നിന്ന് 100 കുറച്ച് കിട്ടുന്നതായിരിക്കും നമ്മുടെ ബോഡി വെയിറ്റ്. ഇനി നമ്മൾ വയറിൻ്റെ ഒരു ചുറ്റളവ് എടുത്ത് നോക്കുകയാണെങ്കിൽ 88 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 35 ഇഞ്ചിൽ താഴെ മാത്രമായിരിക്കണം. അതിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കുടവയറുണ്ടെന്നും പ്രസന്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ശരീരഭാരം കൂടുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി സ്ത്രീകളുടെ കേസ് സ്പെസിഫിക് ചെയ്ത് പറയുകയാണെങ്കിൽ PCOD വരാനും, PCOD വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പിന്നെ പീരീഡ്സ് ഇറഗുലാരിറ്റീസ് ഒക്കെ നീണ്ടു നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ വന്ധ്യതാ ചികിത്സയുടെ കാര്യങ്ങളോട് പോകുന്ന സമയത്ത് നമ്മൾ മിക്ക ആൾക്കാരിലും കാണുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഈ പറയുന്ന PCOD, എൻഡോമെട്രിയോസിസ് പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ. അപ്പോൾ ഇതൊക്കെ ബേസിക്കലി നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരഭാരം നിലനിർത്തുക, അതുവഴി നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുക, അതുവഴി നമുക്ക് PCOD ഓവർകം ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരഭാരം കൂടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മളൊരു ഡോക്ടറുടെ അഡ്വൈസ് എടുത്തതിന് പ്രകാരം തന്നെ ശരീരഭാരം നിയന്ത്രിച്ച് നോർമലാക്കി നിലനിർത്താൻ വേണ്ടി നോക്കുക. ഇതോടൊപ്പം തന്നെ ബ്രസ്റ്റ് ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളും സ്ത്രീകളിൽ കൂടാനൊരു കാരണം ഈ ഒരു അമിതവണ്ണം തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ കുറയ്ക്കാൻ ഏറ്റവും ആദ്യം നമ്മുടെ ഭക്ഷണ നിയന്ത്രണം. നമുക്ക് അമിതമായിട്ട് വരുന്ന ഭക്ഷണം അല്ലെങ്കിൽ മിച്ചമായിട്ട് വരുന്ന ഭക്ഷണമെല്ലാം കഴിച്ച് തീർക്കാതെ ഒന്നെങ്കിൽ അത് നേരത്തെ തന്നെ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക, അടുത്ത ദിവസം ഉപയോഗിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുക. ഇല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് ആകുന്ന രീതിയിൽ തന്നെ നമ്മൾ മാറ്റേണ്ടതാണ്.
ബാക്കി വരുന്ന വേസ്റ്റ് എല്ലാം കൂടി കഴിച്ച് ബോഡി വെയിറ്റ് കൂടിയിട്ട് മറ്റ് രോഗങ്ങളിലേക്ക് പോയി മരുന്ന് കഴിക്കുന്നതിലും ഭേദം അത് അങ്ങനെ ലെഫ്റ്റ് ഓവർ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ഫുഡ് കൺട്രോളിനോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ത്രീകൾക്ക് വേണ്ടതാണ് സ്ട്രെസ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യോഗ, മെഡിറ്റേഷൻ ഒക്കെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബോഡി മൂവ്മെൻറ്റ്സും ബോഡി ഫ്ലെക്സിബിലിറ്റി കുറച്ചുകൂടെ കൂടും. അതിനോടൊപ്പം തന്നെ വ്യായാമം ചെയ്യുക. എത്രത്തോളം നമുക്ക് സമയം മാറ്റി വെക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അരമണിക്കൂറെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു സമയം നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വ്യായാമങ്ങൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള എയറോബിക് എക്സസൈസ്, നടക്കാൻ പോവുക, ജോഗിങ് നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ സ്കിപ്പിങ്, നമ്മുടെ വള്ളിച്ചാട്ടം, ഇത് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊന്നും അല്ല, നമുക്ക് ഡാൻസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആരും അറിയാതെ തന്നെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഒരു റൂമിലിരുന്ന് പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യുന്നത് നല്ലൊരു എയറോബിക് എക്സസൈസ് ആണ്. സൂംബ പോലെയുള്ള എക്സസൈസുകളൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഫോളോ അപ്പ് എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് നമുക്ക് ഒരു പരിധി വരെ കുറച്ച് മെൻ്റൽ ഫ്രീ ആയിട്ട് കിട്ടുകയും കുറച്ചുകൂടെ മെൻ്റൽ ടെൻഷൻസ് ഒക്കെ കുറയുകയും കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് നിർത്തുകയും ഹാപ്പി ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യും, ബോഡി വെയിറ്റ് കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു പരിധി വരെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും സഹായിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.